തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന പ്രമുഖ നേതാക്കളായ സുഷ്മിത ദേവ്, സുഖേന്ദു ശേഖർ റോയ്, പ്രകാശ് ചിക് ബരൈക് എന്നിവർക്ക് പാർട്ടിയിൽ നിർണായക ചുമതല നൽകി. ജൂലൈ 24 നടക്കുന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് നേതാക്കളെയും ബിജെപി ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചതിന് മണിക്കൂറുകൾക്കകം കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശ്രദ്ധേയമായത്. സാൾട്ട് ലേക്കിലെ ബിജെപി സംസ്ഥാന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പശ്ചിമബംഗാൾ ബിജെപി അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയുടെ സാന്നിധ്യത്തിലാണ് മൂന്ന് നേതാക്കളും ഔദ്യോഗികമായി ബിജെപിയുടെ ഭാഗമായത്. രാജ്യസഭാംഗത്വം രാജിവെച്ച ശേഷമാണ് ഇവർ ബിജെപിയിലേക്ക് എത്തിയത്. ഇതോടെ ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളെ ഇനി പാർട്ടിയിൽ ഉൾപ്പെടുത്തില്ലെന്ന നിലപാടിൽ ബിജെപി ഇളവ് വരുത്തിയെന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി സമീക് ഭട്ടാചാര്യ രംഗത്തെത്തി. ഇത് സാധാരണ തീരുമാനമല്ലെന്നും പ്രത്യേക സാഹചര്യത്തിലെടുത്ത അപൂർവ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ നേതാക്കൾക്കായി ബിജെപിയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ നിലപാടിൽ അടിസ്ഥാനപരമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അഴിമതിയിൽ പങ്കാളികളാകാത്തവരും ജനങ്ങളെ പീഡിപ്പിക്കാത്തവരും സർക്കാർ ജോലി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരും ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്തിട്ടില്ലാത്തവരും തൃണമൂൽ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ബിജെപിക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുന്നതിൽ യാതൊരു മടിയും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2021 കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന സുഷ്മിത ദേവ് പാർട്ടി വിടുന്നതിന് പിന്നാലെ മുൻ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. തൃണമൂലിൽ പ്രവർത്തിച്ച ശേഷമാണ് അഴിമതിയുടെ വ്യാപ്തി എത്രത്തോളം ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് അവർ പറഞ്ഞു. തനിക്കെതിരെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരാമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും അഴിമതിയുടെ ഭാഗമായിട്ടില്ലെന്നും പൊതുജീവിതത്തിൽ സുതാര്യത കാത്തുസൂക്ഷിച്ചിട്ടുണ്ടെന്നും സുഷ്മിത ദേവ് അവകാശപ്പെട്ടു. മുൻ രാജ്യസഭാംഗവും തൃണമൂൽ നേതാവുമായിരുന്ന സുഖേന്ദു ശേഖർ റോയിയും പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. തൃണമൂൽ കോൺഗ്രസ് ജനങ്ങളുടെ പ്രതീക്ഷകൾ തകർത്തുവെന്നും പാർട്ടിയുടെ പ്രവർത്തന രീതി ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും അദ്ദേഹം ആരോപിച്ചു. അസം രാഷ്ട്രീയവുമായി കൂടുതൽ ബന്ധമുള്ള സുഷ്മിത ദേവ് ബിജെപിയിൽ ചേർന്നതെന്ന ചോദ്യത്തിനും അവർ മറുപടി നൽകി. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊൽക്കത്തയിൽ അംഗത്വം സ്വീകരിച്ചതെന്ന് അവർ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ ജനങ്ങൾ തന്നെ 2 തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തതിനാൽ ആ സംസ്ഥാനത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിർദ്ദേശിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു. സുഷ്മിത ദേവ് ഇനി രാജ്യവ്യാപകമായി ബിജെപിയുടെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാകുമെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സമീക് ഭട്ടാചാര്യ അറിയിച്ചു. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ 3 നേതാക്കളും വീണ്ടും പാർലമെന്റിലേക്ക് മടങ്ങിവരാനുള്ള സാധ്യത ശക്തമാണെന്നാണ് ബിജെപി വിലയിരുത്തൽ. ഇതിനൊപ്പം ഗുജറാത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെയും ബിജെപി പ്രഖ്യാപിച്ചു. മഞ്ചൽപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സതീഷ് ഭായ് ഗോവിന്ദ് ഭായ് പട്ടേലിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയാണ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടത്തിയത്. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനും ഗുജറാത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനും മുന്നോടിയായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബിജെപി കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.